ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പ്രതി സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് ഉടൻ. പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റ്യന്റെ വീട്ടിലാണ് ഇന്നത്തെ തെളിവെടുപ്പ്. കേസുകളുമായി ബന്ധപ്പെട്ട നിർണായകമായ സ്ഥലമാണ് ഈ വീട്. വീടിന് സമീപത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ വീടിന് സമീപത്ത് ഉണ്ടാകുമോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. ഷൈജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷൈജു, ഇന്നത്തെ ഈ വീട്ടിലെ തെളിവെടുപ്പ് അത് എത്രത്തോളം നിർണായകമാണ്? അമൃത, രാവിലെ മുതൽ പോലീസും സംവിധാനങ്ങളും അതിന്റെ സാങ്കേതിക സംവിധാനങ്ങളും എല്ലാമായി തയ്യാറാണ്. പക്ഷേ ഇതുവരെയും തെളിവെടുപ്പ് നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കോട്ടയത്ത് നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനുമായി പള്ളിപ്പുറത്തെ വീട്ടിൽ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. രാവിലെ തന്നെ ഈ പുല്ലുകൾ വെട്ടിമാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ആളുകളും എത്തി. അതിനുശേഷം മണ്ണുമാന്തി യന്ത്രം, പിന്നീട് ഫയർഫോഴ്സിന്റെ വാഹനവും യന്ത്രവും ഒക്കെ എത്തി. പക്ഷേ ഇതുവരെയും തെളിവെടുപ്പോ മറ്റു നടപടികളിലേക്കോ കടക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അത് സെബാസ്റ്റ്യൻ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ 2 ഏക്കറിലധികം വരുന്ന ഈ സ്ഥലം അരിച്ചുപെറുക്കി പരിശോധിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തെളിവെടുപ്പ് നടപടികൾ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട് തുറന്ന് പരിശോധന അടക്കമുള്ള വിശദമായ ഒരു പരിശോധനയുടെ ഒരു തെളിവെടുപ്പാണ് ഇന്ന് നടക്കുക. അത് സംബന്ധിച്ച് ഈ കേസ് സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ശേഖരിച്ചത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിട്ട് അതിന്റെ ഫലം കൊണ്ടുവന്ന് കൂടുതൽ തെളിവ് സമാഹരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. അമൃത. ഷൈജു, ഇനിയിപ്പോൾ ഈ തെളിവെടുപ്പ് എപ്പോൾ നടക്കുമെന്നാണ് കരുതേണ്ടത്? നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സെബാസ്റ്റ്യനുമായി അന്വേഷണ സംഘം ഇവിടേക്ക് എത്തണം. എത്തി സെബാസ്റ്റ്യൻ കാട്ടിക്കൊടുക്കുന്ന സ്ഥലങ്ങൾ കുഴിക്കുക, അവിടുത്തെ പുല്ല് വെട്ടി പരിശോധിക്കുക, കുളം വറ്റിച്ച് അവിടെ പരിശോധനകൾ നടത്തുക, വീട് തുറന്ന് പരിശോധിക്കുക, വീടിനകത്ത് ഇട്ടിട്ടുള്ള ഈ ഗ്രാനൈറ്റ് തറ അത് പൊളിക്കുക, ഇതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ എപ്പോൾ തുടങ്ങുമെന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തതയില്ല. ഏതായാലും 1 മണി കഴിയും ഈ പരിശോധനകൾ ആരംഭിക്കാൻ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം സെബാസ്റ്റ്യൻ ഇപ്പോഴും കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് തിരിച്ചതായുള്ള വിവരം നമുക്ക് ലഭിക്കുന്നില്ല. പോലീസ് ഇത് സംബന്ധിച്ചൊരു വിവരവും പുറത്തേക്ക് നൽകുന്നതുമില്ല. ഏതായാലും ഇന്ന് തന്നെ ഈ കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ്. കാരണം അതിന്റെ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഇവിടെ എത്തിച്ച് അത്തരം നടപടികൾ സ്ഥലത്തെ പോലീസ് നിർവഹിച്ചിട്ടുണ്ട്. ഇനി കോട്ടയത്തെ ഈ ക്രൈംബ്രാഞ്ച് സംഘം കൂടി എത്തിയെങ്കിൽ മാത്രമേ തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കൂ. ശരി, ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.